ഇന്നത്തെ ക്ലൈമറ്റ് വിഷയമായിട്ടുണ്ട് കാണാം. വാവ്, നൈസ് ക്ലൈമറ്റ്. ഇതാരിപ്പോൾ ബെല്ലിറങ്ങിയത് ആരാ നോക്കാട്ടെ. ആരിപ്പോൾ രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നത്. നൈസ് ക്ലൈമറ്റ് ആയിരുന്നു, ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് വരികയായിരുന്നു. നോക്കിയിട്ട് സീനില്ല, ആരാ വന്നേക്കുന്നേ നോക്കാം. ഇത്ര റിങ് ചെയ്യല്ലേ, ഞാൻ വരുന്നു. ഇതാരാ ഇത്ര റിങ് ചെയ്യുന്നത്? ഞാൻ വരുമല്ലോ. ഇന്നലെ ഒരു റോബറിക്ക് പോയതല്ലേ, കാർ റോബ് ചെയ്തതല്ലേ ഞാൻ. ഇന്നലെ ഞാൻ കാർ റോബ് ചെയ്തതിൻ്റെ പോലീസ് വല്ലതും ആണ് ഇനി. ഇത് പോലീസ് വല്ലതും ആണോ? എടാ നോക്കട്ടെ. പോലീസുകാർ റിങ് ചെയ്തോണ്ടിരിക്ക. ഇപ്പോൾ വാതിലടിച്ച് കയറി വരുമെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് ഫസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യട്ടെ, ഇതാ പോലീസ് ഓഫീസേഴ്സ് ആണോന്ന്. ലൈക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഓഫീസർ ഉണ്ട്, അവരാണോ നോക്കട്ടെ. സൈഡിൽ പോയിട്ട് നോക്കാം, ബാക്കിൽ പോയിട്ട് നോക്കാം. അവന്മാരെന്നെ കാണില്ല, ഇതിലേ പോയി കഴിഞ്ഞാൽ കാണില്ല. മറ്റേനെ പിടിക്കാൻ വന്ന ഓഫീസേഴ്സ് ആണെങ്കിൽ ഇപ്പം എസ്കേപ്പ് ആവേണ്ടി വരും. നോക്കാം ആരാന്ന്. എനിക്ക് എന്തിനീ പോലീസ് ഇപ്പം രാവിലെ തന്നെ വന്ന്. ഓഫീസേഴ്സ് ഇത് അവരാണോന്ന് അറിയണമെങ്കിൽ അവരെന്താ പറയുന്നതെന്ന് കേൾക്കണം. എടാ ഇവര് മുകളിലോട്ട് കയറാം. ഇതെങ്ങനെയെങ്കിലും ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കയറാം. ആരാ നോക്കട്ടെ, ഇത് ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കയറാം. ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് ഇപ്പോൾ കയറണമെങ്കിൽ ഇതുവഴി കയറി ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് അവരെന്താ പറയുന്നത് നോക്കട്ടെ. ലെറ്റ്സ് ഗോ. ഇതിൻ്റെ മുകളിലോട്ട് ഇപ്പോൾ കയറണമെങ്കിൽ ആ മതിൽ വഴി കയറാൻ പറ്റൂ. ഇവിടെ വഴിയിലല്ലോ കയറാൻ വേണ്ടിയിട്ട്. അവരുടെ അടുത്തേക്കോ. ഇതെന്തിനു ഇവർ തന്നെ ഇപ്പോൾ വന്ന് പിടിക്കുന്നത്? ഇന്നലെയല്ലേ ഞാൻ മോഷ്ടിച്ചെൻ്റെ ക്യാമറയിലൊന്നും ഞാൻ വന്നില്ലല്ലോ. ഇതെങ്ങനെയെന്തോ. വെയിറ്റ് മല്ല പോ ഒളിച്ചേക്ക്. കമോൺ. എന്താ അവർ സംസാരിക്കുന്നതെന്നാണ് എനിക്കറിയേണ്ടത്. എന്നെ പിടിക്കാൻ വന്ന പോലീസാണെങ്കിൽ ഞാൻ തീർന്നു. ലെറ്റ്സ് ഗോ. ഇവരെന്താ സംസാരിക്കുന്നത്? എടാ ഇത് ഗണ്ണുമാറ്റി കേട്ടു നോക്കട്ടെ. ഫ്രാങ്ക്ലിന്റെ ഓഫീസർ. എടാ അവന്റെ അടുത്തേക്ക് വന്ന് വർക്കൗട്ട് ആവും ഈ പരിപാടി. പിന്നെ വർക്കൗട്ട് ആവാതെ അവനെ ഇല്ലീഗൽ ആക്കല് അടിപൊളിയായിട്ട് ചെയ്യുന്ന സിറ്റിയില് അവന് ഇന്നൊരു ജോബ് കൊടുക്കണം. ഇവന്മാരെന്തോ ജോബിന്റെ കാര്യമാണല്ലോ പറയുന്നത്. ഇവന്മാരുടെ അടുത്തോട്ട് തന്നെ ഒന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നി ഇവർ പോലീസ് അല്ല, ഇവര് ഇല്ലീഗലി സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സാ. അതുകൊണ്ട് ഇവരുടെ അടുത്തോട്ട് സംസാരിച്ച് നോക്കാം. ഓഫീസേഴ്സ് ഞാൻ ഇവിടെ ഉണ്ട്. പറ എന്തിനാ എന്നെ വരാൻ പറഞ്ഞ? ഫ്രാങ്ക്ലി നിനക്കൊരു ജോബ് തരാൻ വേണ്ട ഞങ്ങൾ വന്നിരിക്കുന്നത്. എനിക്ക് ജോബോ? ഞാനിപ്പോ ഓക്കെയാണ്. ഇല്ല, നീ ഓക്കെ അല്ല, നിനക്കൊരു ജോബ് വേണം. ഈ ജോബ് നീ ചെയ്താ നിനക്ക് 25 crore rupees 25 crore rupees ഫ്രാങ്ക്ലിനെ തരിക. സീരിയസ് ആയിട്ട് ഓഫീസർ 25 കോടി തരുമോ? ആടാ 25 തരും. ഓക്കെ, എന്താ വർക്ക് എന്ന് പറ. നീ ഒരു ലേസർ ബൈക്ക് അടിച്ചു തരണം. ലേസർ ബൈക്കാ? ആടെ ഒരു അടിപൊളി ലേസർ ബൈക്ക് മിലിറ്ററി ബേസിലാണ്, അത് നീ എടുക്കണം. അത് ഈ മിലിറ്ററി ബേസ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉള്ള ഏരിയ അല്ലേ? അവിടുന്ന് എടുക്കണം. ഞങ്ങളെല്ലാരും ഡ്യൂട്ടി ഇപ്പൊ അതിന് പോവാണ് വീട്ടിലോട്ട്. നീ ഇപ്പൊ പോയിട്ട് അത് എടുക്കണം. അപ്പൊ ഞങ്ങളുടെ പേരിൽ വരില്ല. ഓക്കെ ഇത് ഞാൻ ചെയ്തേക്കാം. ഡീൽ. ഞാൻ എടാ നീ കുറച്ച് സെക്യൂരിറ്റി ലുക്കിൽ വേണം പോവാൻ കേട്ടോ ഫ്രാങ്ക്ലിനെ. ഓക്കെ ഓഫീസർ, ഞാൻ സെറ്റ് ചെയ്തോളാം. ശരി ഓഫീസർ, ഞാൻ ഡീൽ സെറ്റ്. ഇപ്പൊ ഇയാൾ പറഞ്ഞ വെച്ച് നോക്കുമ്പോ അവിടെ നിന്നൊരു ബൈക്ക് 25 crore എനിക്ക് തരാം. മിലിറ്ററി ബൈക്ക് ഗ്രീൻ അടിച്ചു മാറ്റി കഴിഞ്ഞാ. അത് ചെയ്തില്ലെങ്കിൽ അവന്മാരെന്തായാലും നെക്സ്റ്റ് ടൈം ഞാൻ എന്തെങ്കിലും വണ്ടി അടിച്ചു മാറ്റിയാൽ എന്നെ വന്ന് പൊക്കി ആ പേര് എൻ്റെ കയ്യിലേക്ക് ഇടും. അതുകൊണ്ട് ഇത് ചെയ്തു കൊടുക്കാതെ പറ്റൂല. ഞാനിതിപ്പോൾ എന്തായാലും ചെയ്തു കൊടുക്കണം. ഈ വണ്ടി അടിച്ചാരണം. സോ നമുക്ക് മൂക്കിടിച്ച് എടാ അതിന് പോകുന്നതിന് മുമ്പ് മൂക്കിടിച്ച് ഞാൻ ചാവും ഇവിടെ. വരും താട്ടോ ഒരു വണ്ടി എടുക്കാം. ഏതെങ്കിലും ഒരു നെയ്ബറിൻ്റെ അല്ല, ഇപ്പുറത്തെ സൈഡിൽ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടോ നോക്കട്ടെ ആരുടെയെങ്കിലും. അതെടുത്തിട്ട് നേരെ മിലിറ്ററി ബേസിന് അങ്ങോട്ട് പോവാം. കാരണം ഇന്നൊരു അടിപൊളി ബൈക്ക് അടിച്ചു മാറ്റാനുള്ളതാണ്. ഒരു ലിഫ്റ്റ് തരുമോ? എനിക്കൊരു സ്ഥലം വരെ പോകാനായിരുന്നു. ഒന്നിറങ്ങുമോ പ്ലീസ്? ഇവിടെ ആരുടെയും വണ്ടി എടുത്തോ? മുകളിൽ എൻ്റെ വണ്ടി എടുത്തോ. ബൈ താങ്ക് യു. എടാ ഓക്കെ, ഇനി നേരെ പോകുന്നത് മിലിറ്ററി ബേസിലേക്കാ. അവിടെ ചെന്നിട്ട് ആ ഗ്രീൻ കളർ ബൈക്ക് എടുക്കുക. റേഡിയോയോ? ഇത്ര സീരിയസ് വർക്കിംഗ് ആകുമ്പോൾ ഓക്കെ, അവിടെ പോയിട്ട് ഈ ബൈക്ക് അടിച്ചു തരണം. പോലീസ് അത്യാവശ്യം ഈ മിലിറ്ററിക്കാർ കണ്ട 4 പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം എന്നെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലുന്ന ടീംസാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് അടിച്ചു തരണം. ഫസ്റ്റ് ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എനിക്കൊരു സെക്യൂരിറ്റി ഡ്രസ്സ് ലുക്കിലാക്കണം. അതിന് ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് ഡ്രസ്സ് ചോദിക്കട്ടെ.
അവിടുന്ന് ഡ്രസ്സും ഒരു 2 ഗണ്ണും ഉപയോഗിക്കണം. എൻ്റെ ഓൾറെഡി ഒരു ഗൺ ഉണ്ട് ഇവിടുന്ന് ഒരു നൈസ് സെക്യൂരിറ്റി ഡ്രസ്സ് ചെയ്യണം. കാരണം ഇവിടെ എനിക്ക് ആൾക്കാരുണ്ട്, ഇവർ എനിക്ക് ഡ്രസ്സ് ഒപ്പിച്ച് തരും. എന്നിട്ട് ഇവിടുന്ന് ഫസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് 2 ഗൺസ് എൻ്റെ എടുത്തിട്ട് നേരെ പോവുക ആ മിലിറ്ററി ഗ്രീൻ ബൈക്ക്, ലേസർ ബൈക്ക് എന്നാ പറഞ്ഞത്, ആ ലേസർ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നാളെ ആരുടെ നീ ഇത് വാങ്ങാറ്? യെല്ലോ ടീഷർട്ട് ഇട്ട് എടുത്താണല്ലോ. ഇത് എവിടെ ഇരിക്കുന്നു? ബ്രോ എടാ സോറി എടാ എനിക്ക് ആ മിലിറ്ററി ഡ്രസ്സ് നീ ഒന്ന് തരുമോ? മറ്റേ നേരത്തെ ഞാൻ നിനക്ക് ഒരു ദിവസം തന്നത്. എടാ ഇവനെന്തിനാ ഉന്തുന്നേ? ഇത് സെറ്റ് അവിടെ എന്ത് ലുക്ക് ആയിട്ടുണ്ട്. ഓക്കെ കുഴപ്പമില്ല, മിലിറ്ററിയുടെ അത്യാവശ്യം ലുക്ക് ഉണ്ട്. ഓക്കേടാ സെറ്റ്, ഞാൻ പോവാം. അവിടെ എനിക്ക് പിന്നെ ഒരു ഗണ്ണും തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്രയും ഗണ്ണ് തന്നു. വാട് ഇത് വെച്ചിട്ട് എന്തായാലും അടിപൊളിയായിട്ട് സ്റ്റീൽ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് അടിപൊളിയായിട്ട് എനിക്ക് സ്റ്റീൽ ചെയ്യാൻ പറ്റും. ഇതെടുത്തുകൊണ്ട് ഇപ്പം നേരെ പുറത്തോട്ട് ഇറങ്ങാം. പക്ഷെ ഒരു സീനുണ്ട്, എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാർ എടുത്തുകൊണ്ട് പോയാൽ ഉള്ളിൽ കയറുന്ന ടാസ്ക്കാണ്. ഒരു ബൈക്ക് വേണ്ടി വരും, ഒരു ബൈക്ക് എടുക്കണം അവിടെ നേരം. പുറത്ത് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വന്ന ആരുടെയെങ്കിലും വണ്ടി ഉണ്ടാവണേ. പോയി ഇതെൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. ഓ എന്താ കോയിൻസിഡൻസ്, ഞാൻ ഇവിടെ ബൈക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അപ്പം തന്നെ ഇവിടെ ബൈക്ക് വന്നു. ഇതെന്താ കോയിൻസിഡൻസ് ഡേയോ? എന്തായാലും ഞാൻ ഈ ബൈക്ക് എടുക്കട്ടെ. ഈ ബൈക്ക് എടുത്തിട്ട് നേരെ പോകുന്നത് മിലിറ്ററി ബേസിലേക്കാണ്. ചെറിയൊരു സ്ഥലമല്ല, പാട്ട് എപ്പോഴും വെക്കുക. ഇതെന്താ ഓക്കെ, ഇവിടെ നിന്ന് നേരെ പോകുന്നത് മിലിറ്ററി ബേസിലേക്ക്. അവിടെ ഹെവി ഡേഞ്ചറാണ്. അവിടെ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ലേസർ ബൈക്ക് എന്ന് പറയുന്ന സാധനം വേണം. ലേസർ ബൈക്ക്, അതാണ് എൻ്റെ ആകെയുള്ള ലക്ഷ്യം. എനിക്ക് അതിൽ നിന്ന് എടുത്താൽ മതി. സോ നേരെ ഇപ്പോൾ ഇവിടുന്ന് മിലിറ്ററി ബേസിലേക്ക് പോകാൻ എനിക്ക് നല്ല പേടിയുണ്ട്. സോ എന്തായാലും മിലിറ്ററി ബേസിൽ പോയിട്ട് ആ ബൈക്ക് എടുക്കാൻ നോക്കാം. സോ ലെറ്റ്സ് ഗോ. A few moments later. ഞാൻ അങ്ങനെ എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് മിലിറ്ററി ബേസിൻ്റെ ഇവിടെ എത്തി. ഇവിടെ അത്യാവശ്യം ഹെവി സെക്യൂരിറ്റി തന്നെയുണ്ട്. ഇവിടെ ഹെലികോപ്റ്ററൊക്കെ ഇപ്പോൾ പറക്കുന്നുണ്ടാവും, നോക്കിയാൽ കാണാം. ഹെലികോപ്റ്റർ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അതവിടെ മുകളിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണുമല്ലോ. ഇല്ല അവിടെ ഇല്ലാന്ന് തോന്നുന്നത്. എന്തായാലും നേരെ ഫ്രണ്ടിലോട്ട് എന്നെ കാണും. ഈ ബൈക്ക് ഇവിടെ നൈസായിട്ട് ഇവിടെ നിർത്തിയിടാം. അത് അവിടെ ഒരു കാറുണ്ട്, അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ ഇല്ല, അവിടെ ആരും കാണുന്നില്ല. പക്ഷെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും. അയാളെ ഒന്ന് തട്ടണം, കാരണം ഉള്ളിലോട്ട് കയറിയാലേ എനിക്ക് ആ ബൈക്ക് എടുക്കാൻ പറ്റും. അത് അത്യാവശ്യം ഹെവി ഗ്രീൻ കളറായിട്ടുള്ള ഒരു ലേസർ വെക്കാൻ പറ്റുന്ന എഫക്റ്റ് കിട്ടുന്ന ഒരു ബൈക്കാണ്. ലേസറിൻ്റെ എന്തോ പവറുള്ള ബൈക്കാന്ന് പറഞ്ഞാൽ ലേസറിൻ്റെ ബൈക്ക് അങ്ങനത്തെ എന്തോ സംഭവം. എന്തായാലും ഉള്ളിലോട്ട് കയറിയിട്ട് ആ സാധനം എടുക്കുക. ഫസ്റ്റത്തെ സെക്യൂരിറ്റി ഗാർഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ട. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ഇല്ല. അപ്പോൾ എനിക്ക് ഉള്ളിലോട്ട് ചാടിക്കയറാൻ പറ്റുമോ? അതവിടെ സെക്യൂരിറ്റി ഗാർഡ്. അവനെ കൊല്ല. ഫസ്റ്റ് അയാളെ കൊല്ല. അയാളാണ് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന ആൾ. അയാളെ കൊല്ലണമെങ്കിൽ നൈസായിട്ട് അടുത്തോട്ട് വേണമല്ലോ. സൗണ്ട് ഉണ്ടാക്കല്ലേ. മെല്ലെ നടന്നിട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ട് അയാളെ നോക്കിയാ ഈ ബൈക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കണം. അതാ ഒരു ടാസ്ക്. ഒളിച്ച്. ഓക്കെ, അയാൾ കണ്ടില്ല. നൈസായിട്ട് കത്തി എടുത്തിട്ട് അയാളെ കൊല്ല. എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറിയിട്ട് ആ ബൈക്ക് എടുക്കണം. എനിക്കതാ ടാസ്ക്. സൗണ്ട് ഉണ്ടാക്കല്ലേ. എടാ ഷൂട്ട് ചെയ്ത് ആളറിഞ്ഞാ ഇല്ല. ആരും കട്ടില്ല. അത് അവിടെ ഒരു ഓഫീസർ നിൽക്കുന്നത്. ഓക്കെ, അത് സീനില്ല. നമുക്ക് നല്ല നടന്നു പോവാം. പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട്, മിലിറ്ററി ഡ്രസ്സ് ഇട്ടുകൊണ്ട് എന്നെ കണ്ടുപിടിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നേരെ നടന്നു പോയാൽ മതി, സേഫായിട്ട് നടന്നു പോവാം. അവർക്ക് ഡൗട്ട് അടിക്കൂലെന്ന് തോന്നുന്നത്. കാരണം ഞാൻ ഒരു ഗണ്ണ് കൈ പിടിക്കട്ടെ. ഓക്കെ, ഗണ്ണ് കൈ പിടിച്ചോണ്ട് നടന്നു പോവാം. ഓഫീസർ, ഞാൻ ഇവിടുത്തെ നോർമലാളാ, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇത് ഏതാണ് 3 സൂപ്പർ കാറ്. ഇവിടേക്ക് എന്തൊക്കെ റിച്ച് ടീംസാണ് ഉള്ളത്. ഇത് ഇവിടെ വേറെ കാറ്, റെഡ് ഏതാ വിഷയം? ഓഫീസറിനെ കണ്ടില്ല. ഞാൻ എന്തായാലും ചുറ്റും നോക്കി നടക്കുന്നത് നോർമൽ പോലെ. ഓക്കെ, ആൾക്ക് മനസ്സിലായില്ല. അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. ആ ഹെലികോപ്റ്റർ എന്തെങ്കിലും സീൻ ഉണ്ടായാൽ എസ്കേപ്പ് ആവാൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റത്തെ ടാസ്ക് എങ്ങനെയെങ്കിലും ആ ബൈക്ക് കണ്ടുപിടിച്ച് ഇവിടുന്ന് ഇറങ്ങണം, ഇവിടുന്ന് രക്ഷപ്പെടണം. ബൈക്ക് എവിടെയാന്ന് നോക്കട്ടെ. ഓക്കെ, ആൾക്ക് മനസ്സിലായില്ല. ബൈക്ക് എവിടെയാന്ന് ഞാൻ കണ്ടുപിടിക്കണ്ടേ. ഇതിൻ്റെ ഉള്ളിലും എല്ലാം ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ഏതോ ഒരു ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞത്. ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ നോർമലി വണ്ടി നിർത്തിയിടാറ് മെയിൻ സാധനങ്ങളൊക്കെ ഇവരുടെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കയറിയാൽ പോലീസ് പിടിക്കുമെന്നാണ് തോന്നുന്നത്. എനിക്ക് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഇതെന്താ സാധനം? ഈ സാധനത്ത് ചവിട്ടി കഴിഞ്ഞാൽ വല്ല സൗണ്ടും കേൾക്കുമോ?
ഇതെന്ത് സാധനം ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത് നോക്കട്ടെ ബുള്ളറ്റ് ഇല്ലേ വാ ബുള്ളറ്റ് ഇല്ലേ എടാ ബുള്ളറ്റ് ഇല്ലാതെ ചൈക്കോട്ട് പോകാതെ അവരുടെ കണ്ടു ഷേവുമാരനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ എങ്ങനെയെങ്കിലും ആ ബൈക്ക് എടുത്തിട്ട് എസ്കേപ്പ് ആ എങ്ങനെയല്ല ബൈക്ക് എടുത്തിട്ട് എസ്കേപ്പ് എന്നെ ഷൂട്ട് ചെയ്യല്ലേ പ്ലീസ് എന്നെ ഷൂട്ട് ചെയ്യല്ലേ 5 സ്റ്റാർ പോലീസ് ആഡ് ചെയ്ത് ഹെലികോപ്റ്റർ അടക്കം ഇവന്മാരൻ തന്റെ പുറകെ തന്നെ വരുന്നേ ഇവിടെ ബൈക്ക് ഉണ്ടാവണം ബൈക്ക് ഓ മൈ ഗാഡ് എടാ ബൈക്ക് ഇതെവിടെ എനിക്ക് ഇതെടുത്തിട്ട് എസ്കേപ്പ് ഇതേതല്ലേ ശരിക്കും പറഞ്ഞ പോലെ ലേസർ സംഭവം ഉണ്ടല്ലോ ലൈറ്റ് ഒക്കെ കത്തി ഓണാക്കിയപ്പോ ഷൂട്ട് ചെയ്യോ എടാ ഈ ലേസറിന് ശരിക്കും പവർ ഉണ്ട് വിഷയ ബൈക്ക് അതിന്റെ ബാക്കിൽ കൂടി ഓട്ടോമാറ്റിക് സ്മോക്ക് പോയിക്കൊണ്ടിരിക്കുക അത് ആ കാറ് തന്നെ പൊട്ടിച്ചറിഞ്ഞു ഈ ബൈക്ക് ഏതൊരു സൂപ്പർ ബൈക്ക് തന്നെ സാധനം ഇതെടുത്തോണ്ട് ഇവിടുന്ന് പോവാ എങ്ങനെയെങ്കിലും ഇത് താവില്ല എണീക്ക് ഇതെടുത്തോണ്ട് ഇവിടുന്ന് പോകണം എങ്ങനെയെങ്കിലും ഇവിടുന്ന് എസ്കേപ്പ് ആവണം അതാണ് എൻ്റെ മെയിൻ ടാസ്ക് മിസൈല് ഈ ബൈക്കിന് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല ഈ ബൈക്കിൽ ഡാമേജ് ഈ ബൈക്കിൽ എന്തോ ഒരു ബട്ടൺ ഉള്ളത് ഈ ബട്ടൺ നോക്കട്ടെ ഈ ബൈക്കില് ഇത് ഓട്ടോ റിപ്പയർ ആക്കാനുള്ള ബട്ടൺ അടക്കം ഉണ്ടായിരുന്നു ഇത് റിപ്പയർ ആയി ഇതെടുത്തോണ്ട് ഇവിടുന്ന് കൊല്ലും ഷൂട്ട് ചെയ്യല്ലേ ഈ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും സ്മോക്കൊക്കെ പോകുന്നേ സ്പീഡ് പോകുമ്പോൾ ഓട്ടോമാറ്റിക് സ്മോക്ക് പോകും പിന്നെ അൺലിമിറ്റഡ് ലേസർ വെറുതെ അല്ല ഓഫീസിൽ സ്റ്റീൽ ചെയ്യാൻ പറഞ്ഞത് എന്തായാലും സക്സസ്ഫുള്ളി ഞാൻ ഇത് സ്റ്റീൽ ചെയ്തു എന്ന് തോന്നുന്നത് നൈസായിട്ട് നമ്മുടെ സീക്രട്ട് പാസേജിൽ കൂടി പോയിട്ട് ഹൈഡ് ചെയ്യുക അവിടെ ഒരു ഏരിയ ഉണ്ട് സോ നേരെ അവിടെ പോയിട്ട് ഞാൻ ഹൈഡ് ചെയ്യട്ടെ ഞാൻ അങ്ങനെ ആ ഓഫീസിൽ പറഞ്ഞ പോലെ ഈ ലൈറ്റ് വിത്ത് ലേസർ വിത്ത് ഓട്ടോ സ്മോക്ക് പൊക്കോണ്ടിരിക്കുന്ന റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഈ ബൈക്ക് എടുത്തടിച്ചു പറ്റി അടുത്ത് കുറച്ച് ടഫായിരുന്നു ഇതിങ്ങനെ സ്ക്രാച്ചൊക്കെ ആയാലും വിഷയമല്ല കാരണം ഇതിൽ ഓട്ടോ റിപ്പയർ ഉണ്ട് അപ്പോൾ തന്നെ റിപ്പയർ ആയിക്കോളും ഇതൊരു അടിപൊളി വണ്ടി തന്നെയാണ് ആൻഡ് ഈ വണ്ടി ഇഷ്ടമായെങ്കിൽ എന്തായാലും പറ ഈ വണ്ടിക്ക് എത്ര ഔട്ട് ഓഫ് 10 റേറ്റിംഗ് കൊടുക്കും ഔട്ട് ഓഫ് 10 എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യും സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് അടിച്ചേക്ക് ഏതായാലും അടിപൊളി സ്റ്റീലിംഗ് ആയിരുന്നു ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു ബൈക്ക് ഇതുവരെ റൈഡ് ചെയ്തിട്ടില്ല സോ ഇത് അടിപൊളി ബൈക്കായിരുന്നു സോ എന്തൊരു ഇതിൽ ഇഷ്ടമായ